Hello, in this section we are discussing about two topics, the general pedogenic processes as well as the United States soil classification. First, the pedogenic processes. The common pedogenic processes include laterization, podsolization, calcification, salinization, glaciation. Laterization. It is a pedogenic process common to soils found in tropical and subtropical environments. High temperature and heavy precipitation result in rapid weathering of rocks and minerals. Movements of large amounts of water through soil cause elevation and leaching. Laterization. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പെഡോജനിക് പ്രോസസ്സാണ് ലാറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ലാറ്ററൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റെയിൻഫോൾ എന്ന് പറയുന്നത്, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നതും വളരെ കൂടുതലായിരിക്കും. ഇവോപ്പറേഷനും വളരെ കൂടുതലായിരിക്കും. ഇതിന്റെ ഫലമായിട്ട് ഹൈ ടെമ്പറേച്ചറും ഒപ്പം തന്നെ ഹൈ പ്രസിപ്പിറ്റേഷന്റെ ഫലമായിട്ടും വെതറിംഗ് നടക്കുന്നതിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. റോക്സിനും മിനറൽസിലും പെട്ടെന്ന് തന്നെ വെതറിംഗ് സംഭവിക്കും. മാത്രമല്ല ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട്, ഹെവി പ്രസിപ്പിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ സോയിലിൽ എലിവേഷനും അതുപോലെ തന്നെ ലീച്ചിങ് പ്രോസസ്സ് വളരെ ശക്തമായിട്ട് നടക്കാറുണ്ട്. Then podsolization. It is associated with a humid, cold, mid-latitude climate and coniferous vegetation. Decomposition of coniferous litter makes soil acidic. This acidic soil solution enhances the process of elevation and leaching. പോഡ്സോളൈസേഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഹ്യൂമിഡ്, കോൾഡ്, അതുപോലെ മിഡ് ലാറ്റിറ്റ്യൂഡ്, ഒപ്പം തന്നെ കോണിഫറസ് വെജിറ്റേഷൻ ഉള്ള റീജിയൻസിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കോണിഫറസ് വെജിറ്റേഷൻ എന്ന ചവറിൽ നിന്നും ഉണ്ടാകുന്ന ഡീകമ്പോസിഷൻ കൊണ്ട് സോയിൽ ആസിഡിക് നേച്ചറായിട്ട് മാറുന്നു. ഇത്തരത്തിൽ അസിഡിക് നേച്ചറായിട്ട് മാറുന്ന സോയിൽ നിന്നുണ്ടാകുന്ന സൊല്യൂഷൻ ലീച്ചിങ്ങും അതുപോലെ തന്നെ എലിവേഷൻ പ്രോസസ്സും എൻഹാൻസ് ചെയ്യുന്നു. Calcification. It occurs when evapotranspiration exceeds precipitation, causing the upward movement of dissolved alkaline salts from the groundwater. Calcification നടക്കുന്നത് precipitation എന്ന പ്രോസസ്സിനെക്കാട്ടും കൂടുതലായിട്ട് evapotranspiration എന്ന പ്രോസസ്സ് നടക്കുമ്പോഴാണ് calcification എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത് ഗ്രൗണ്ട് വാട്ടറിലുള്ള ഡിസോൾവ് ആയിട്ടുള്ള ആൽക്കൈൻ സോൾട്സിന്റെ അപ്വേർഡ് മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് കാൽസിഫിക്കേഷൻ നടത്തുന്നത്. At the same time, the movement of rainwater causes a downward movement of salts. The result is the deposition of calcium carbonate in B horizon, and this is very common in prairie grasslands. നേരത്തെ പറഞ്ഞു, പ്രസിപ്പിറ്റേഷനെക്കാട്ടും ട്രാൻസ്പിറേഷൻ എക്സീഡ് ആയിട്ട് നടക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിലുള്ള ആൽക്കൈൻ സോൾട്സ് അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അതേസമയം റെയിൻ വാട്ടർ കാരണം മുകളിലുള്ള സോൾട്സ് താഴോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട്, മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇത്തരത്തിലുണ്ടാകുന്ന സോൾട്സ് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ബി ഹൊറിസോണിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാൽസിഫിക്കേഷൻ. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പ്രയറി ഗ്രാസ്ലാൻഡ്സ് റീജിയൻസിലാണ്. Then salinization. It is very much similar to calcification. It differs from calcification is that the salt deposits occur at or near the soil surface, and this takes place in drier climate. Salinization calcification ആയിട്ട് വളരെ സിമിലർ ആണ്. കാൽസിഫിക്കേഷനിൽ ബി ഹൊറിസോണിലാണ് സോൾട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ, കാൽഷ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ, സലൈനൈസേഷൻ പ്രോസസ്സിൽ സോൾട്ട് കണ്ടന്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒന്നേ സോയിൽ സർഫസിലോ അതിന് തൊട്ടടുത്തോ ആയിരിക്കും. പിന്നെ സലൈനൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഡ്രയർ ക്ലൈമറ്റ് റീജിയൻസിലുമാണ്. Glaciation. It is a pedogenic process associated with a poor drainage, and this process involves the accumulation of organic matter in the upper layer of the soil, and in lower horizon mineral layers are stained blue-gray because of chemical reduction of iron. Glaciation process നടക്കുന്നത് poor drainage facilities ഉള്ള ഏരിയാസിലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ അപ്പർ ലെയേഴ്സിൽ ഓർഗാനിക് മാറ്ററിന്റെ അക്യുമുലേഷൻ, ഹ്യൂമസ് കണ്ടന്റിന്റെ അക്യുമുലേഷൻ വളരെ കൂടുതലാണ്. ഈ ലോവർ ഹൊറിസോൺ എടുക്കുന്നെങ്കിൽ ഇവിടെ ബ്ലൂ ഗ്രേ കളർ ഷെയ്ഡാണ് ഇവിടെ കാണപ്പെടുന്നത്. കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻസ്, അയണിന്റെ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ബാക്കി ഹൊറിസോൺസിലൊക്കെ മിനറൽ ലെയേഴ്സുമാണ്, മാത്രമല്ല അത് ബ്ലൂ ഗ്രേ ഷെയ്ഡിലായിരിക്കും കാണപ്പെടുന്നത്. Then the United States soil classification, it is mainly classified into
oxysols, arid sols, mollisols, alphisols, altisols, sportsols, endosols, inseptisols, vertisols, histosols, adisols. Oxysols. Oxysol characteristically occur in tropical or subtropical region on land surface that has been stable for a long time. The unique properties of oxysols are extreme weathering of most minerals other than quartz, kaolin, and free oxides. And is very low activity of the clay fraction and has a loamy or clay texture. ഓക്സിസോൾ സോയിൽസ് പ്രധാനമായും കണ്ടുവരുന്നത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. പ്രത്യേകിച്ച് വളരെ ലാൻഡ് സർഫസ് ഒരുപാട് നാളായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ലാൻഡ് സർഫസിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് സോയിലാണ് ഓക്സിസോൾ സോയിൽസ് എന്ന് പറയുന്നത്. എക്സ്ട്രീം വെതറിങ് നടക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും ഓക്സിസോൾസ് ഉണ്ടാകുന്നത്. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് കേൾക്കുമ്പോഴറിയാം അവിടെ എക്സ്ട്രീം വെതറിങ് ആയിരിക്കും നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എല്ലാ മിനറൽസും എക്സെപ്റ്റ് കോഡ്സും കയോലിനും കുറച്ച് ഫ്രീ ഓക്സൈഡ്സും പോയിട്ട് ബാക്കി എല്ലാ മിനറൽസും അതിന് വെതറിങ് സംഭവിക്കാറുണ്ട്. മാത്രമല്ല ആ സോയിലിൻ്റെ ഒരു പ്രത്യേകത അതിനൊരു ലോമി അല്ലെങ്കിൽ ക്ലേ ടെക്സ്ചർ ആയിരിക്കും. ദെൻ ആരിഡ് സോൾസ്, ആ ഒരു പേരിൽ തന്നെയുണ്ട് ഏറിഡ് റീജിയൻസിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് സോയിലാണ് ആരിഡ് സോയിൽ. ആൻഡ് ദിസ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദ പുവർ ആൻഡ് ഷാലോ സോയിൽ ഹൊറിസോൺ ഡെവലപ്മെന്റ് and they are light color due to limited humus and their restricted vegetation growth and salinization is very active in this type of soil. ഈ ഒരു സോയിലിന്റെ പ്രത്യേകത വളരെ പുവർ ആയിട്ടും അല്ലെങ്കിൽ ഷാലോ ആയിട്ടും ഡെവലപ്പ് ചെയ്ത ഒരു സോയിൽ ഹൊറിസോൺ ആണ്. ലൈറ്റ് കളർ ആണ്, കാരണം ഹ്യൂമസ് കണ്ടന്റ് ഒന്നും വലുതായിട്ടില്ല. ഈ ഒരു ടൈപ്പ് സോയിൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ വെജിറ്റേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇവിടെ സലൈനൈസേഷൻ ആക്ടിവിറ്റി വളരെ കൂടുതലാണ്. Mollisols. Mollisols characteristically form under grassland climate. Mollisols are extensive soils on the steppes of Europe and as well as in the grasslands of Asia, North America, South America. And the unique properties of mollisol are a combination of very dark brown to black surface horizon, and they are very fertile and have high humus content. Mollisolsന്റെ പ്രത്യേകത ഇത് ഗ്രാസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഗ്രാസ് ക്ലൈമറ്റ് ഉള്ള റീജിയൻസിൽ അല്ലെങ്കിൽ ഗ്രാസസ് കൂടുതലായിട്ട് വളരുന്ന റീജിയൻസിൽ കണ്ടുവരുന്ന ഒരു സോയിലാണ്. മോളിസോൾസ് ഗ്രാസിന് തൊട്ടടിയിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. അതിൻ്റെ എക്സ്റ്റൻസിൽ സ്പ്രെഡ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് കാണപ്പെടുന്നത് യൂറോപ്പിലും ഏഷ്യയിലുള്ള സ്റ്റെപ്പീസിലും അതുപോലെ നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ ഗ്രാസ് ലാൻഡ്സിലുമാണ് ഈ ഒരു മോളിസോൾ സോയിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ സർഫസ് ഹൊറിസോൺ എന്ന് പറയുന്നത് വെരി ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് സർഫസും ആയിരിക്കും, കാരണം ഇതിന് ഹ്യൂമസ് കണ്ടന്റ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഇത് ഹൈലി ഫെർട്ടൈൽ സോയിലുമാണ്. Then alphisol, it is formed under forest vegetation where parent material has undergone significant weathering. The most distinguishing characteristics of this soil type are the elevation of clay in B horizon. ആൽഫിസോൾ സോയിൽ കണ്ടുവരുന്നത് ഫോറസ്റ്റ് വെജിറ്റേഷൻ കവറിന് അടിയിലാണ്. മാത്രമല്ല അവിടുത്തെ പാരന്റ് മെറ്റീരിയലിന്റെ പ്രത്യേകത സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെതറിംഗ് പ്രോസസ്സിനെ അണ്ടർഗോൺ ചെയ്ത പാരന്റ് മെറ്റീരിയലായിരിക്കും ആൽഫിസോൾസ് ഫോം ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇലിവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് ബി ഹൊറിസോണിൽ ക്ലേ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. Altisol, like alphisol, they have markers of clay translocation, but they have markers of intense leaching that are absent in alphisol. They are dominant of iron and aluminum oxide, and the presence of iron oxide causes a horizon red in color. Altisol ആൽഫിസോളുമായിട്ട് വളരെയധികം സിമിലർ ആണ്, കാരണം ഇവിടെയും ഇലിവേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ക്ലേയുടെ ഒരു ട്രാൻസ്ലൊക്കേഷൻ ഉണ്ട്, ക്ലേ ഡെപ്പോസിറ്റ്സ് ബി ഹൊറിസോണിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇൻറ്റൻസീവായിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് സോയിലാണ് അൾട്ടിസോൾസ്. അതുകൊണ്ട് തന്നെ ഇവിടെ അയൺ കണ്ടന്റും അലൂമിനിയം ഓക്സൈഡ് കണ്ടന്റും വളരെ കൂടുതലായിരിക്കും. ഇനി അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് കൊണ്ട് എ ഹൊറിസോൺ റെഡ് കളറിലായിരിക്കും കാണപ്പെടുന്നത്. Spot soils. It develop onto the coniferous vegetation. The parent material are rich in sand and mixtures of organic matter and aluminum with or without iron accumulate in B horizon. They have only small quantities of humus in A horizon. സ്പോട്ട് സോൾ സോയിൽസിന്റെ പ്രത്യേകത അത് കോണിഫറസ് വെജിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന്റെ പാരന്റ് മെറ്റീരിയലിൽ സാൻഡ് കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇനി ബി ഹൊറിസോണിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അവിടെ ഓർഗാനിക് മാറ്ററും അലൂമിനിയത്തിന്റെയും ഒരു അയണിന്റെ മിക്സ്ചറും കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ അയണിന്റെ മിക്സ്ചർ കണ്ടില്ല എന്നും വരും. ഇനി ഹ്യൂമസ് കണ്ടന്റ് വളരെ കുറവാണ്. എ ഹൊറിസോണിൽ ഹ്യൂമസ് കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ.
Andy soil. It is an immature soil that lack vertical development or horizons. These soils are associated with the recently deposited sediments from wind, water, or ice erosion. The unique properties common to Andy soils are the dominance of mineral soil materials. റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗർ കണ്ടാൽ തന്നെ അറിയാം വളരെ ഇമ്മച്ചുർ ആയിട്ടുള്ള ഒരു സോയിലാണ് എൻഡി സോൾസ് എന്ന് പറയുന്നത്. കാരണം അതിൽ പ്രൊഫൈൽസ് ഒരു ഹൊറിസോൺസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇത് റീസെൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള വിൻഡിന്നോ വാട്ടറിന്നോ അല്ലെങ്കിൽ ഗ്ലേഷ്യർ ഇറോഷനിൽ നിന്നോ ഒക്കെ ഉള്ള ഡിപ്പോസിറ്റ്സ് കൊണ്ടുണ്ടായിട്ടുള്ള സോയിലാണ് എൻഡി സോൾസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതിൽ മിനറൽ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. Then inceptive soils. They form in almost all environment except for an arid environment. They are rank soil and they commonly characterized immature development of A horizon and elevation in B horizon. വളരെ അധികം എങ്ങാട്ട് ഡെവലപ്പ് ചെയ്തൊരു സോയിലാണ് ഇൻസെപ്റ്റൽ സോൾസ് എന്ന് പറയുന്നത്. ആൾമോസ്റ്റ് എല്ലാ എൻവയോൺമെന്റിലും ഇൻസെപ്റ്റൽ സോൾസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ വളരെ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അത് ഡെവലപ്പ് ചെയ്യാറില്ല. ഇതിനൊരു പ്രത്യേകത എ ഹൊറിസോൺ എന്ന് പറയുന്നത് വളരെ ഇമ്മേച്ചർ ആണ്. ബി ഹൊറിസോണിൽ ഇലിവേഷൻ അതിൽ ക്ലേ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും ബി ഹൊറിസോണിൽ. Then vertisols, heavy clay soil and commonly found in areas that have shale parent material and heavy precipitation. വെർട്ടിസോളിന്റെ പ്രത്യേകത ഹൈ കണ്ടന്റ് ആയിട്ടുള്ള ക്ലേ ആയിട്ടുള്ള സോയിലാണ് വെർട്ടിസോൾസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് അതിന്റെ പാരന്റ് മെറ്റീരിയൽ ഷെയിൽ പാരന്റ് മെറ്റീരിയൽ ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഹെവി പ്രസിപ്പിറ്റേഷൻ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലുമാണ് വെർട്ടിസോൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. Histosols. The unique properties of histosols are a very high content of organic matter in the upper 80 cm of the soil. They form in areas of poor drainage. ഹിസ്റ്റോസോൾസിന്റെ പ്രത്യേകത അതിന്റെ 80 സെന്റിമീറ്റർ വരെ അതിന്റെ ഡെപ്തിൽ വളരെയധികം ഓർഗാനിക് കണ്ടന്റ് കൂടുതലായിരിക്കും. അത് വളരെ ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സോയിലാണ് ഹിസ്റ്റോസോൾസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് പുവർ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിലാണ്. And the last one is andesol. It develops from volcanic parent material and they can form in any environment. The most important characteristics is they have high phosphorus retention and water capacity. ആൻഡിസോളിന്റെ പ്രത്യേകത ഇത് ഡെവലപ്പ് ചെയ്യുന്നത് വോൾക്കാനിക് മെറ്റീരിയൽസിൽ നിന്നാണ്. ഇത് ഏതൊരു എൻവയോൺമെന്റിൽ ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് സോയിലാണ് ആൻഡിസോൾസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോസ്ഫറസ് കണ്ടന്റും അതുപോലെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും.